കൊല്ലത്ത് കടപ്പാക്കടയിൽ അഡ്വക്കേറ്റ് ശ്രീനിവാസപിള്ള മകനെ വെട്ടിക്കൊന്ന ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. തിങ്കളാഴ്ച രാവിലെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അഡ്വക്കേറ്റ് ശ്രീനിവാസപിള്ള കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം പ്രാക്ടീസ് നിർത്തി വീട്ടിൽ തന്നെയായിരുന്നു. മകൻ്റെ ഒപ്പമായിരുന്നു. മകന് അല്പം മാനസിക അസ്വാസ്ഥ്യമുള്ള മകനായിരുന്നു. പിതാവ് മകനെ സ്നേഹിച്ച് മകൻ്റെ ഒപ്പം തന്നെ നിന്നു. അദ്ദേഹം 10 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ കാരണവും അതായിരുന്നു. ഇപ്പോഴ് അദ്ദേഹത്തിൻ്റെ മകള് തിരുവനന്തപുരത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവിടേക്ക് ഭാര്യ തിരുവനന്തപുരത്ത് വന്നു. മകളെ കണ്ട ശേഷം 2 ദിവസത്തിന് ശേഷം മടങ്ങി. വീട്ടിൽ വരുമ്പം വീടിൻ്റെ മുൻവശം പൂട്ടിക്കിടക്കുന്നു, തുറക്കുന്നില്ല. ഏതായാലും അയൽവക്കത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ച് അവിടെ തുറന്നു നോക്കി. തുറന്നപ്പോഴാണ് വീടിൻ്റെ മുറിക്കുള്ളിൽ അഡ്വക്കേറ്റ് ശ്രീനിവാസപിള്ള തൂങ്ങി നിൽക്കുന്നു. മകനെ തറയിലെ വെട്ടേറ്റ നിലയിലും കിടക്കുന്നു. ഇത് മകനോടുള്ള വാത്സല്യം കൊണ്ട് പിതാവ് പ്രാക്ടീസ് നിർത്തിയെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം ആ വാത്സല്യം കൂടുതലുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടുത്തെ കൗൺസിലർ പറയുന്നത് ഈ മകന് വേണ്ടിയിട്ട് വീടിൻ്റെ മുമ്പിൽ ചില നിർമ്മാണത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്, ഹോട്ടൽ ബിസിനസ് നടത്തുന്നതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ വീടിന് പുറത്ത് ട്യൂഷൻ സെൻ്ററിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മകൻ പറഞ്ഞിട്ടാണ്, മകൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതി വച്ചിരുന്നത് എന്ന് അവിടുത്തെ കൗൺസിലർ പറയുന്നുണ്ട്. നേരത്തെ ഈ പയ്യൻ ആ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി കാലൊടിഞ്ഞു. അതിനുശേഷം ട്രീറ്റ് ചെയ്ത് അവരുടെ മാതാപിതാക്കളും ഒപ്പമായി. പക്ഷെ ആരെങ്കിലും കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്ന് ചാടിയ കാര്യം വലിയ വിവരവാദത്തോടെ മറ്റുള്ളവർ പറഞ്ഞു കേൾപ്പിച്ച് അദ്ദേഹം രസിക്കുമായിരുന്നു. അത് വലിയൊരു കാര്യമായിട്ടാണ് പുള്ളി കരുതുന്നത്. അതുകൊണ്ട് പിതാവ് കൂടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കൊച്ചിനെ തന്നെ അവിടെ വിട്ടിട്ട് പോവില്ല. പക്ഷേ ഇനി മുന്നോട്ട് പോകുന്തോറും പ്രശ്നങ്ങൾ കൂടുതലാവും, മകനെ നോക്കാൻ ആളുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ശ്രീനിവാസപിള്ള അഡ്വക്കേറ്റ് മകനെ ഭാര്യ ഇല്ലാത്ത സമയം നോക്കി വെട്ടിക്കൊന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ ആത്മഹത്യ ചെയ്തു. മൂത്ത മകള് തിരുവനന്തപുരത്ത് വിവാഹം കഴിച്ച് തിരുവനന്തപുരത്താണ്. അവിടെ 2 ദിവസത്തിന് പോയതാണ് അമ്മ, അല്ലെങ്കിൽ ശ്രീനിവാസപിള്ളയുടെ ഭാര്യ. 2 പ്രാവശ്യം നേരത്തെ ഈ പയ്യൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ വിവാഹം നടന്നു. കാരണം ആ പയ്യനെ നോക്കാനുള്ള ഒരാളാവും, അങ്ങനെ സ്വസ്ഥമായിട്ട് ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ മാതാപിതാക്കൾ കരുതിയായിരിക്കണം ആദ്യത്തെ വിവാഹം നടത്തിയത്. അത് പിന്നീട് ഡൈവോഴ്സിലേക്ക് പോയി. അതിനുശേഷം 2ാമതൊരു വിവാഹം കൂടെ ആലോചിച്ചു, ഉറപ്പിച്ചു, കല്യാണം കഴിച്ചു. അതിനുശേഷവും ആ പെൺകുട്ടിയും ഡൈവോഴ്സിലേക്ക് പോയി. ആ പയ്യനെ ഉപേക്ഷിച്ച് അവരും പോയി. കാരണം വലിയ പ്രതീക്ഷയോടെ വന്ന് താമസിച്ചിട്ട് മാനസികാസ്വാസ്ഥ്യം അല്പസ്വല്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾ അവിടെ നിൽക്കില്ല. അത് 2 പേരും ഡൈവോഴ്സ് ചെയ്ത് പോയി. ഇതൊക്കെ അഡ്വക്കേറ്റ് ശ്രീനിവാസപിള്ളയ്ക്ക് വലിയ മാനസിക ക്ഷോഭം ഉണ്ടായിട്ടുണ്ടാവണം. അത് മകനെ ഉപേക്ഷിക്കാൻ കഴിയില്ല, മകനെ ഓമനിച്ച് കൂടെ നിർത്തുന്നു. അതുപോലെ മകൻ്റെ ഇഷ്ടത്തിന് വീടിൻ്റെ മുമ്പിലൊക്കെ ചില ബോർഡുകളൊക്കെ അവൻ പറയുന്ന പോലെ വെക്കുന്നു. അങ്ങനെ മകനെ താലോലിച്ച് പൊന്നുപോലെ വളർത്തിയതാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് മകന് ഒരു ബാധ്യതയാവും എല്ലാവർക്കും. തൻ്റെയും ഭാര്യയുടെയും കാലഘട്ടത്തിന് ശേഷം വലിയ പ്രശ്നങ്ങളാവും എന്ന് തോന്നിയിട്ടുണ്ടാവാം. പിതാവ് ഭാര്യ അതിനോട് അംഗീകരിക്കത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഭാര്യ മകളുടെ വീട്ടിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ അദ്ദേഹം മകനെ വെട്ടിക്കൊന്നു. അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തത്.